ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് തിങ്സ് ടു ബി നോർമലൈസ്ഡ്. അതായത് ഇപ്പോഴും നോർമലൈസ് ചെയ്യാതെ എന്തോ വലിയ സംഭവമാണ്, അതങ്ങനെ ആവാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ച് വെച്ചേക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കഷൻ വരുന്നത്. എസ്പെഷ്യലി ഗേൾസിന് ഇത് കുറേയേറെ റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് മാരേജ് ഗേൾസിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴത്തേനും പലരെയും +2 കഴിഞ്ഞ് അല്ല ഡിഗ്രി കഴിഞ്ഞ് പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടും. ഈ കല്യാണം കഴിച്ച കുട്ടികൾക്ക് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നോ, അല്ലെ അവർ മെൻ്റലി ഓക്കെ ആയിരുന്നോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കരുതാതെയാണ് പെട്ടെന്ന് വീട്ടുകാർ ആ ഒരു കാര്യം പെട്ടെന്ന് എന്താ പറയുക കല്യാണം കഴിപ്പിക്കണമല്ലോ എന്ന് ഓർത്ത് കല്യാണം കഴിച്ചു വിടുന്നത്. അല്ല, ഈ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നവരാണെങ്കിലോ പറയും കല്യാണം കഴിച്ചാലും പഠിക്കാമല്ലോ, ഞങ്ങൾ പഠിപ്പിച്ചോളാം. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക, ഇതൊക്കെ ഒരു വെറും ട്രാപ്പാണ്. നമുക്ക് പഠിക്കണം അല്ലെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എനിക്കൊരു ലൈഫ് പാർട്ട്ണർ വേണം, അല്ലെ എനിക്ക് കൂടെ ഒരാൾ വേണം എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് സ്വയം തോന്നുന്ന ഒരു സമയം മാത്രമേ നമ്മൾ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനം എടുക്കാവുള്ളൂ. അല്ലാതെ വീട്ടുകാരത് പറഞ്ഞു, വീട്ടുകാരിത് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഇപ്പോഴും കുട്ടികളെ പലവരെ വീട്ടിൽ കല്യാണത്തിൻ്റെ പേര് നിർബന്ധിക്കുന്നത്. ഈവൻ എനിക്ക് പോലും പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. മെൻ്റലി നമ്മൾ പ്രിപ്പയർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ കല്യാണത്തിലോട്ട് കടക്കാവുള്ളൂ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാട്ടുകാരെന്ത് വിചാരിക്കും, ഇത്രയും പ്രായമായില്ലേ, അവരൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങും. അവരെന്ത് വേണേ പറഞ്ഞോട്ടെ, അവരല്ല നമുക്ക് ചിലവിന് തരുന്നത്. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കുറേയേറെ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അത് മനസ്സിൽ വിചാരിക്കാതെ അവർ പറഞ്ഞു കല്യാണം കഴിച്ചില്ല, ഈ പറയുന്നവരൊക്കെ വന്ന് കല്യാണത്തിന് സദ്യ ഇട്ടിട്ട് പോത്തേ ഉള്ളൂ. ആരും അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വരാറില്ല. സോ മാരേജ് എപ്പോൾ വേണം, അല്ലെങ്കിൽ അത് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ആ വ്യക്തിയാണ്. അല്ലാണ്ട് ഒരാളുടെ നിർബന്ധപ്രകാരം നമ്മൾ ഒരിക്കലും ഒരു കല്യാണത്തിന് മുൻതൂക്കം കൊടുക്കരുത്. ഓക്കെ, ഇപ്പം കല്യാണത്തിൻ്റെ കേസിലാണെങ്കിലും ഈവൻ നമ്മുടെ ബന്ധുക്കൾ ഉൾപ്പെടെ എല്ലാവരും പറയും, പിന്നെ ഇത്രയും പ്രായമായില്ലേ, ഞാനൊക്കെ നിന്റെ പ്രായത്തിൽ എനിക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും. ഇതൊക്കെ മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. എപ്പോൾ ഒരാൾക്ക് കല്യാണം വേണം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ വേണം, എനിക്കതിനുള്ള ഇതായി അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സ്റ്റേജിൽ മാത്രം, പിന്നെ പ്രത്യേകിച്ച് ഫിനാൻഷ്യലി ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം മാത്രമേ നമ്മൾ വിവാഹത്തിലോട്ട് കടക്കാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ പഠിത്തം അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഡിഗ്രിയിലും ബേസിക് ക്വാളിഫിക്കേഷൻ വേണം. അതേപോലെ തന്നെ നമുക്ക് വേണ്ട സ്കില്ലുകൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു കരിയർ പാത്ത് വേ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കല്യാണത്തിലേക്ക് പോകാവുള്ളൂ. നല്ല രീതിയിലുള്ളൊരു പഠിത്തം, അതെന്തും ആയിക്കോട്ടെ, ഒരു ക്വാളിഫിക്കേഷൻ, അത്യാവശ്യം ബേസിക് സ്കില്ലുകൾ, ഒരു ജോലി, ഇത് മൂന്നും ഉണ്ട് നമ്മൾ അത്യാവശ്യം സെറ്റിലാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാത്തുള്ളൂ. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. എന്തെങ്കിലും വേറെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തെ എന്തുകൊണ്ട് ഇതിപ്പോൾ ആൺകുട്ടികളെ നിർബന്ധിക്കുന്നില്ല? എത്രയോ ആൺകുട്ടികൾ 30-31 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്നു, ഒരിക്കൽ പോലും അവരുടെ അടുത്ത് നീ കല്യാണം കഴിക്കുക, അവരിങ്ങനെ പറയുന്നു ഇവരിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാറില്ല. പക്ഷെ പെൺകുട്ടികളുടെ അടുത്ത് ഈ ഒരു സംസാരം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ. ഇപ്പം അത് മാറി ചിന്തിക്കേണ്ട സമയം ഒരുപാട് കടന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോഴും ഇതിൻ്റെ പേരിൽ കല്യാണത്തിന്, ഈവൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആൾക്ക് കല്യാണത്തിന് ഇപ്പോൾ ഓക്കെ അല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ വീട്ടുകാരും നാട്ടുകാരും പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആൾക്ക് കല്യാണം സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നിനക്ക് ഓക്കെ അല്ലെങ്കിൽ നിനക്ക് പറഞ്ഞൂടെ? അവിടെ പറയാൻ നമുക്കൊരു സ്പേസ് ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരുടെയും തന്നെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ്, നമുക്ക് ഓപ്പൺ അപ്പ് ആവാനൊരു സ്പേസ് ഉണ്ടാവില്ല. അവരുടെ ബാധ്യത, ഇപ്പം കല്യാണപ്രായമായ എത്തിയൊരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ എന്തോ വീട്ടിൽ ബോംബ് വെച്ചേക്കുന്ന പോലെയാണ് ആൾക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത്. സോ ഇതൊക്കെ മാറേണ്ട സമയമേ കഴിഞ്ഞു. നാളെ മോളെ കല്യാണം കഴിപ്പിക്കുന്നില്ലേ, അത്രയും പ്രായമായില്ലേ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് അവൾക്ക് വേണമെങ്കിൽ അവൾ കല്യാണം കഴിച്ചോളൂ, ഈ ഒരു മറുപടി പറയാൻ പ്രാപ്തരായിരിക്കണം നമ്മുടെ പേരൻസ്. ഓക്കെ, അല്ല ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാവുകയാണെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്
നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാടോ അല്ലെ ഒരേ അഭിപ്രായങ്ങളോ ആയിരിക്കത്തില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് വേറിട്ടൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയാൻ കാണിക്കണം. അല്ലാണ്ട് ഓക്കെ അവരൊക്കെ അത് എന്ത് വിചാരിക്കും, അവരങ്ങനെ ഇതാക്കിയതല്ലേ, അവർ കാർന്നവരല്ലേ, മൂത്ത ഇതല്ലേ, ഒരാളെയും മൂത്തതാണ് ശരിയാണ് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് വെച്ച് അവരെ നമ്മൾ അടിച്ചാക്ഷേപിക്കുകയൊന്നുമല്ല. എന്നാൽ അവർ പറഞ്ഞൊരു വാക്കിൽ നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ നമുക്കത് സംസാരിക്കാനുള്ള ആ ഒരു ഇത് വേണം. നമ്മൾ അങ്ങനെ ഇരിക്കുന്ന ഒരു പൊതു ഇതിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരോട് നിന്നെക്കാട്ടിൽ എത്രയോ പ്രായവും അറിവും ഉള്ള മനുഷ്യനാണ്, നീ ഇങ്ങനെയാണോ പറയണ്ടേ, അത് അംഗീകരിക്കുക അത്ര തന്നെ എന്ന് പറയും. എന്താണ് അതിൽ കാര്യം? നമുക്ക് ഡിഫറൻസ് ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നമ്മളത് സംസാരിക്കുക തന്നെ വേണം. ഓക്കെ, ആക്ച്വലി വീഡിയോയ്ക്ക് എത്ര ലെങ്ത് പോകുന്നു എനിക്ക് അറിയത്തില്ല. കാര്യം ഇത് ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് നോട്ട് ചെയ്ത് വന്നതേ ഉള്ളൂ. അപ്പം സംസാരിച്ച് പോകുമ്പോഴത്തേനും ചിലപ്പം വീഡിയോയുടെ ലെങ്ത് കൂടെ കാര്യമാവുമായിരിക്കും. ഞാൻ നോക്കാം. എന്നാലും മാക്സിമം കുറച്ച് വെട്ടിച്ചുരുക്കി സംസാരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത് തന്നെ. ദെൻ നമുക്കിപ്പം വിശ്രമം ആവശ്യമുള്ള സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുക തന്നെ വേണം. ഓക്കെ, ഇപ്പം ഈ റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുൾപ്പെടെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെ കുറച്ച് നേരം എടുക്കുമ്പോഴത്തേനും ചോദിക്കും, നിനക്ക് അവിടെ പണിയൊന്നും ഇല്ലേ, അടുക്കളയിലൊന്നും ചെയ്യാനൊന്നും ഇല്ലേ, അല്ലെ നിനക്കൊന്നും പഠിക്കാനൊന്നും ഇല്ലേ, കുട്ടികളുടെ അടുത്താണെങ്കിൽ പറയുന്നത് കേൾക്കാം. ഈ സെയിം ക്വസ്റ്റ്യനും ഒരു ആൺകൊച്ചിൻ്റെ അടുത്ത് ഒരാളും ചോദിക്കാറില്ല. ആൾക്ക് എപ്പോൾ വേണേലും എന്ത് വേണേലും ചെയ്യാം. സോ ഈ റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ റെസ്റ്റ് വേണ്ട ഒരു കാര്യമാണ്. ആവശ്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ ബ്രേക്ക് എടുത്ത് തന്നെ വേണം വർക്ക് ചെയ്യാൻ. അത് എന്ത് വർക്കും ആയിക്കോട്ടെ, ഈവൻ വീട്ടുജോലിയാണെങ്കിൽ പോലും നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ ട്രാവൽ ചെയ്യുന്ന കാര്യം. ട്രാവൽ ചെയ്യാനും ഈ പറഞ്ഞ പോലെ ഈ ജെൻഡർ ഡിഫറൻസ് ഇല്ല. അതിപ്പം ഞാനാണെങ്കിൽ എനിക്കിവിടെ വണ്ടിയുണ്ട്. അപ്പം ഞാൻ ഒരു വട്ടം ബൈക്കിൽ ഇവിടുന്ന് വീട്ടിലേക്ക് ഞാൻ പോയി. നൈറ്റായിരുന്നു. ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പം ഞാൻ ഓൾറെഡി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ വണ്ടിക്കാണ് വരുന്നതെന്ന് പറഞ്ഞു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും അവരുടെയൊക്കെ റിയാക്ഷൻ, നീ അവിടെ നിന്ന് ഇത്ര ദൂരം വണ്ടിക്ക് വന്നു, എൻ്റെ പൊന്നെ ധൈര്യം സമ്മതിച്ച് തരണം, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഈവൻ ഇതേ സിറ്റിയിൽ എൻ്റെ കസിൻ ഉണ്ട്. അവനും വണ്ടിക്കാണ് ബൈക്കിനാണ് വീട്ടിൽ പോകുന്നതും വരുന്നതും ഒക്കെ. അവൻ ഈ നൈറ്റ് വരുമ്പോഴും പോകുമ്പോഴൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ നൈറ്റ് എത്തിയെന്ന് പറഞ്ഞപ്പോൾ എന്തോ സംഭവം ചെയ്തിട്ട് വന്ന പോലെയാണ്. ഈ ഒരു ചിന്താഗതിയാണ് മാറ്റേണ്ടത്. നമ്മൾ സേഫായിട്ട് എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല സേഫായിട്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഈക്വാളിറ്റി നമ്മൾക്ക് ഓരോ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. എല്ലാ കാര്യത്തിലും ആ ഒരു കാര്യം വേണം. ഇതും ആക്ച്വലി നോർമലൈസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അതൊരു കാര്യമല്ല. ഓക്കെ, അത് നിങ്ങൾക്കത് ശീലമില്ലായിരിക്കാം, അല്ലെ നിങ്ങളുടെ ആ ഒരു ജനറേഷനിൽ ഈ ഒരു കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു ഇത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഫ്രസ്ട്രേഷൻ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ കാലം മാറി. ഓക്കെ, ഇപ്പം ഒരു ഗേൾ അല്ലെങ്കിൽ ഒരു ബോയ് ട്രാവൽ ചെയ്യണം എന്ന് തോന്നിയാൽ ട്രാവൽ ചെയ്യുക. ഈവൻ ഡ്രൈവിംഗ് ലൈസൻസ് അത്യാവശ്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈവിംഗ് എന്നുള്ളത്. അത് ബേസിക് നമ്മുടെ കാര്യത്തിന് നമുക്ക് പോകാൻ പറ്റണം. ഓക്കെ, അതിലൊരാളെ നമ്മൾ ആശ്രയിച്ച് നിൽക്കാൻ പാടില്ല. എവിടെ വേണേൽ പോകണോ നമുക്ക് വണ്ടി എടുക്കുക പോവുക, അത്ര തന്നെ. അതിനൊരാളെ ആശ്രയിച്ച് എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എനിക്ക് വണ്ടിയൊന്നും ഓടിക്കാൻ അറിയാൻ മേലത്തെ സമയത്ത് ഇപ്പം എൻ്റെ പേരൻസിനാണെങ്കിലും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ കസിൻസിൻ്റെ അടുത്ത് കെഞ്ചണമായിരുന്നു, ഒന്ന് കൊണ്ടുപോകുമോ, അവിടെ കൊണ്ടുപോകുമോ, ഇവിടെ കൊണ്ടുപോകും. അപ്പോൾ അവരുടെ സൗകര്യം അനുസരിച്ച് അവരുടെ ഇതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. അന്നേ ഞാൻ തീരുമാനിച്ചു എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചേ തീരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് 18 വയസ്സായപ്പോഴേ ഞാൻ പോയി ലൈസൻസ് എടുത്തു. അപ്പം ഇതേപോലെ തന്നെ നിങ്ങളും ഒരു അറ്റ്ലീസ്റ്റ് ഭയങ്കര പ്രോ ഡ്രൈവർ ആവണമെന്നൊന്നുമല്ല, അത്യാവശ്യമുള്ള ബേസിക് ഡ്രൈവിംഗ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു 5 രൂപയായിക്കോട്ടെ 10 രൂപയായിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമ്മുടെ കയ്യിലുണ്ടാവണം, നമുക്ക് എടുക്കാനുണ്ടാവണം. നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുമ്പോൾ അത് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, അത് വളരെ വലുതാണ്. ജോലിയുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ നാളൊരു വീട്ടിൽ ചെന്നാലും നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് അതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, അല്ല അതിലേക്ക് എത്തണം. നമ്മൾ ഇതുവരെ ആയിട്ടില്ല എന്നാണെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തണം. അതിന് എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ സ്കില്ല് പഠിക്കാവോ, നമുക്കിപ്പോൾ വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏത് രീതിയിൽ നമുക്ക് ആ സ്കില്ലിനെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് അതിലേക്ക് എത്തിക്കാവോ, നമ്മളത് മാക്സിമം നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്യണം. ദെൻ ഈ പറഞ്ഞ പോലെ സേവിങ്സും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ആരും കുഞ്ഞിലെ തൊട്ടേ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല
സേവിങ്സിനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ വിടാനുള്ളതല്ലേ. ഈവൻ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വീട് വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്കൊരു വീടുണ്ട്, എന്നാൽ പോലും എൻ്റെ പൈസയ്ക്ക് ഞാനൊരു വീട് വെക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പം ആ ആഗ്രഹം ഞാൻ 1-2 പേരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം റീസെൻ്റ് ആയിട്ടും ഞാൻ ആ ആഗ്രഹത്തിൻ്റെ ഒരു കാര്യം ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ആളെൻ്റെ അടുത്ത് സംസാരിച്ചെങ്ങനെയാണ്, നീ എന്തിനാ ഇനി വീട് വെക്കാൻ പോണേ, എന്തായാലും നിന്നെ കല്യാണം കഴിച്ച് വിടുവല്ലേ, അപ്പം നിനക്കതുകൊണ്ട് എന്താ ഗുണം? അത് എനിക്ക് ഗുണം ഉണ്ടായിട്ടല്ല, ഈവൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടേലും എനിക്കൊരു വീട് വെക്കണം. ആ വീട് എൻ്റെ കല്യാണം കഴിച്ച് വിട്ടു എന്ന് പറഞ്ഞാൽ ആ വീട് എൻ്റെ ആവാതിരിക്കുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉള്ള ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ദെൻ ബോഡി ടൈപ്പ്, ഷേപ്പ്, കളർ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആരും പെർഫെക്റ്റ് അല്ല. സോ എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഷേപ്പ് എന്തായിക്കോട്ടെ, എന്നെ കാണാൻ ഭംഗി ഉണ്ടായിക്കോട്ടെ ഭംഗിയില്ലായിക്കോട്ടെ, അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ കുറവുകൾ മനസ്സിലാക്കിയിട്ട് വേറൊരാളെ കളിയാക്കാൻ ചെല്ലുക. ഓക്കെ, ഒരാൾ കറുത്തിരുണ്ടിട്ടാണെങ്കിൽ ഓക്കെ, അത് അയാളുടെ നേച്ചറാണ്. ഒരാൾ വണ്ണം വെച്ചിട്ടാണെങ്കിൽ ഇതേ പോണു അങ്ങനെ പറയുന്നതിന് പകരം ഓക്കെ, അത് അയാൾ അങ്ങനെയാണ്, അയാൾക്കും അയാളുടെ ഫാമിലിക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഈ കണ്ടു നിൽക്കുന്നവർക്ക് എന്തിൻ്റെ കേടാണെന്നാണ് മനസ്സിലാകാത്തത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആരെയും ഹേർട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിലല്ല പറഞ്ഞത്, പക്ഷെ ഇതൊക്കെ ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് അല്ലെ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല പൂർണ്ണമായിട്ടും. സോ എന്തിനാണ് ഇതിനെ ഇത്ര ആനക്കാര്യമായിട്ട് എടുത്തു വെക്കുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത് റിലേറ്റബിൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അന്നത്തെ കാര്യമേ ഉള്ളൂ. ബൈ.